അയ്യപ്പനുമായിട്ട് ഉള്ള ബന്ധം എന്താണ്? അതിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാൻ ഒരു അയ്യപ്പ വിശ്വാസിയാണ്. ഞാൻ 2-3 കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒന്ന്, ഞാനൊരു അയ്യപ്പ ഭക്തനാണ് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറയുന്ന പോലെ അയ്യപ്പ ഭക്തനാണ്. 2, ഞാനൊരു ഗാന്ധി ഭക്തനാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ വളരെ കുറച്ച് ആൾക്കാരെ കയ്യിൽ മഹാത്മാഗാന്ധിയെ ടാറ്റു ഇട്ടുണ്ടാവും. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരിലുള്ള ഞാനാണ്. ഞാൻ ഈ സത്യം എന്ന് പറയുന്ന കാര്യത്തിനൊരു സത്യം അല്ലെങ്കിൽ സത്യമുണ്ടെന്നും ഒരു ശക്തി ഉണ്ടെന്നും അതിനൊരു പവർ ഉണ്ടെന്നും അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അയ്യപ്പനുമായിട്ടുള്ള ബന്ധം ഞാൻ ചോദിക്കാൻ കാരണം കുടുംബപരമായിട്ടൊരു ബന്ധമില്ല. അയ്യപ്പൻ്റെ ശബരിമല എൻ്റെ അമ്മയുടെ അച്ഛൻ ആണ് കണ്ഠരര് മഹേശ്വർ. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായിരുന്ന വ്യക്തിയാണ് മുത്തശ്ശനാണ് അവിടുത്തെ ഒരുപാട്. അതായത് അച്ഛൻ വഴിയുള്ള ബന്ധമായിരുന്നെങ്കിൽ ഇപ്പൊ തന്ത്രിയാവേണ്ട ആളാണ്. അതെ, അച്ഛൻ വഴി ഇപ്പം നമ്മൾ മക്കത്തായമാണ് പിന്തുടരുന്നത്. അമ്മ വഴി ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ കൂടുതൽ പഠിക്കുന്ന വേദാന്തമാണ്, ഫിലോസഫി. ഇപ്പം തന്ത്രിയാവുള്ളവർ പഠിക്കുന്നത് പൂജ, മീമാംസ പോലുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ അതിൻ്റെ വേദാന്തം, ഫിലോസഫി, ഉപനിഷത്ത് പഠിക്കും. അവർ കൂടുതൽ പഠിക്കുന്നത് പൂജ, ആചാരങ്ങൾ, റിച്വൽസ് ആണ് അവർ പഠിക്കുന്നത്. അപ്പം അയ്യപ്പൻ്റെ കാര്യത്തിലാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാര്യം എന്തിനാണ് ഈ വിവാദ വിഷയങ്ങളിൽ തുടർന്നത്? മകരജ്യോതി മകരവിളക്കും അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇത് സിമ്പിളായൊരു സത്യമാണ്. ഈ സിമ്പിളായ സത്യം ഓർക്കുക. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരും ഈശ്വരവിശ്വാസികളായ കോൺഗ്രസ്സുകാരും ആരും, നമ്മുടെ മുഖ്യമന്ത്രിമാരായ EMS ഉണ്ടായിരുന്നു, കരുണാകരൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ഭാഗത്തെയും മഹാന്മാരുണ്ടായിരുന്നു. ഇവരാരും തൊട്ടിട്ടില്ല ഈ വിഷയം. കാര്യം എന്തുകൊണ്ടാണ്? കൺവീനിയൻ കള്ളങ്ങൾ പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം. ഇൻകൺവീനിയൻ്റായ ട്രൂത്ത്സ് പറയുന്നവരെ പല ആൾക്കാർക്കും ഇഷ്ടമല്ല. ഈ കൺവീനിയൻ്റായ കള്ളങ്ങളെക്കാൾ എന്നും ഇൻകൺവീനിയൻ്റായ ട്രൂത്ത് പറയണമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. ഇത് സിമ്പിളായി ഞാൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. അതായത് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം, ഇതാണ് അതിന്റെ ബാലൻസ്. ഇനി എനിക്ക് അറിയാനുള്ളത്, നിങ്ങളുടെ ശരിക്കുള്ള സ്വദേശം എവിടെയാണ്? അത് അച്ഛൻ വഴി, അച്ഛൻ്റെ പെരിയമന ഇല്ലെന്നാണ് പേര്, ആറ്റിങ്ങൽ ഭാഗത്താണ്. അമ്മ ചെങ്ങന്നൂരാണ്. ഓക്കെ. നിങ്ങൾ പഠിച്ചതൊക്കെ? ഞാനൊരു 12 വർഷം 7-8 സ്കൂളുകളിലായിട്ടാണ് പഠിച്ചത്. കാര്യം അച്ഛൻ ബാങ്കിലായിരുന്നു. പല സ്ഥലങ്ങളിൽ പഠിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുണ്ട്, ഡൽഹി പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? ഞാൻ എഡ്യൂക്കേഷനിലാണ്. ഞാനൊരു ട്രെയിനർ ആൻഡ് ടീച്ചറാണ്. പലപ്പോഴും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം, 18 ഇയേഴ്സ് ആയിട്ട് ഞാൻ ടെക്നോ പാർക്കിൽ, അല്ലെങ്കിൽ ഞാൻ ആദ്യം US ടെക്നോളജിയിലായിരുന്നു, UST കമ്പനിയിലായിരുന്നു. അതിനുശേഷം പല കമ്പനിയിലുണ്ട്. ഇപ്പോൾ ലൈഫോളജി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. അതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിന്നിംഗ് കമ്പനിയാണ്. നമ്മുടെ നോബൽ ലോറേറ്റായ, നോബൽ സമ്മാന ജേതാവായ സർ റിച്ചാർഡ് റോബോട്ട്സ് ആണ് നമ്മുടെ മെൻറ്റർ. ഫിൻലാൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കിയുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. വ്യത്യസ്ത പ്രോഗ്രാം ചെയ്യുന്നു. CBSEയുടെ പാർട്ട്നേഴ്സാണ്. യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷനാണ് ബ്രെഡ് ആൻഡ് ബട്ടർ, ലൈവ്ലിഹുഡ് അതാണ്. പക്ഷേ ആ പ്രൊഫൈൽ വരാറില്ല. അപ്പോൾ എന്നെ കൗതുകത്തോടെ ഈ അറിയാതെ കാണുന്ന മന്ത്രിമാരും മറ്റും ഈ പരിപാടിക്ക് വെച്ച് കാണുമ്പോൾ എന്താ എവിടെയെന്ന് ചോദിക്കും. സാർ ഞാനാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അല്ല, നിങ്ങൾ ക്ലാസ് എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങനെ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. ട്രെയിനിങ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് കോർ ഫോക്കസ്. ഓക്കെ. നിങ്ങൾ നിയമം പഠിച്ചിട്ടുണ്ടോ? ഞാൻ ലോയറാണ്. LLB പഠിച്ചു, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? 1-2 കേസ് വാദിച്ചു. ഇപ്പൊ ലീഗൽ കൺസൾട്ടന്റ് ആയിട്ട് 2-3 പേർക്ക് നിൽക്കുന്നുണ്ട്. LLBയും ശരിക്കും ശബരിമല കേസും ശ്രീ ദിലീപിന്റെ കേസും കാരണം LLB താല്പര്യം കയറി പഠിച്ചു തീർത്തതാണ്. കൊറോണ സമയത്തും കൂടെ ആകുമ്പോൾ അറ്റൻഡൻസിന് വലിയ പ്രശ്നം വന്നില്ല. അങ്ങനെയാണ് LLB പഠിച്ചത്. വൈഫും നിയമം പഠിച്ചു? അല്ല, വൈഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അതിനുശേഷം വൈഫ് MBA ആയിരുന്നു. വൈഫ് ഏകദേശം ഒരു 18, എന്നെക്കാട്ടി കോർപ്പറേറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, 18-19 ഇയേഴ്സ് ഉണ്ട്. ഇപ്പം ദുബായിൽ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. അവിടുത്തെ കൺസൾട്ടന്റ് ആൻഡ് ട്രെയിനറാണ്. 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ. യാഗ്, യുഗ്. മൂത്താളെ നമ്മൾ TV കണ്ടു. യാഗ് എന്നാണ്. യാഗ് എന്ന് പറയുന്നത് യാഗം എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് യാഗ്. 2 യുഗം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം യുഗ്. ഇതാണ്. അമ്മയുടെ പേര് മല്ലിക നമ്പൂതിരി എന്നാണ്. അമ്മ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റ് ഒക്കെയാണ്. സാമുദായിക പ്രവർത്തനം ഒക്കെയാണ് അമ്മയുടെ. ഒരു ബ്രാഹ്മണ സമുദായത്തെ സംഘടിപ്പിക്കുക തുടങ്ങിയ പരിപാടികളിലാണ് അമ്മ കൂടുതൽ. കുറച്ച് മുമ്പ് ഇവര് ഒരു ട്രിപ്പായിട്ടാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നത്. താഴെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ താമസിച്ചതുകൊണ്ട് അവര് കയറാതെ തിരിച്ചു പോയി. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതുപോലെ ഒരാൾ ഒന്നേ ഉള്ളോ എന്ന് ചോദിച്ചു. ഒന്നും മതിയല്ലോ എന്ന് പറഞ്ഞു. ഇനി ഒരു തമാശ, ആദ്യം എന്നെ അറസ്റ്റിലായ സമയങ്ങളിലൊന്ന് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആയി. ഞാൻ ഇപ്പോഴും അമ്മയെ ഞാൻ ട്രോൾ ചെയ്യുന്നതിനാണ്. അമ്മ 3 ദിവസം പാലക്കാട് ആശ്രമത്തിൽ പോയി. ഞാൻ പറഞ്ഞു, അമ്മ ഒരു സോഷ്യൽ പ്രൊട്ടസ്റ്റിന് പോയിട്ടല്ലേ, അല്ല നമ്മൾ മോഷ്ടിച്ചോ പീഡനമൊന്നും മോഷണമൊന്നും അല്ലല്ലോ. അമ്മ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ടുണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയല്ലേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഓക്കെ. സോ അതാണ് നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ ആൻഡ് ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ.